പോലീസിൽ നാൾക്കുനാൾ ആത്മഹത്യകൾ വർദ്ധിക്കുമ്പോഴും പഠനങ്ങൾ നടത്താതെ സർക്കാർ. അമിത ജോലിഭാരത്തിൽ വിശദമായ പഠനം വേണം എന്ന ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പരാതികൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ് സർക്കാർ. പോലീസിലെ ആത്മഹത്യകൾ വർദ്ധിക്കുന്നത് സംബന്ധിച്ച വിവരങ്ങൾ നേരത്തെ തന്നെ ജനം TV പുറത്തുവിട്ടിരുന്നതുമാണ്. ടിൻഡു ദാസ് ചേരുന്നു വിവരങ്ങളുമായി. ടിൻഡു, ഈ അമിത ജോലിഭാരം അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള മാനസിക പീഡനം, പലവിധ കാരണങ്ങൾ കൊണ്ട് പോലീസിൽ ആത്മഹത്യകൾ വർദ്ധിക്കുന്നത് തുടർച്ചയായി ജനം TV തന്നെ വാർത്തകൾ നൽകിയിരുന്നതാണ്. പക്ഷേ ഇതിനെതിരെ ഒരിക്കൽ പോലും എന്താണ് സംഭവിക്കുന്നത് എന്ന് ഒരു പഠനം നടത്താൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഇപ്പോഴും ഏറ്റവും ഒടുവിൽ വിനീതിൻ്റെ ജീവൻ നഷ്ടമാകുമ്പോഴും സർക്കാർ ഇതിലെടുക്കുന്ന നിലപാടുകൾ പരിഹാസ്യമാണ്. തീർച്ചയായിട്ടും വീണ, സംസ്ഥാനത്ത് കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 180-ലധികം പോലീസ് ഉദ്യോഗസ്ഥർ മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നാണ് കണക്കുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ അമിത ജോലിഭാരവും മാനസിക സമ്മർദ്ദവും വീട്ടുകാരുമായിട്ട് ചെലവഴിക്കാൻ കഴിയാത്ത ആ ഒരു അവസ്ഥയൊക്കെയാണ് ഒരുപക്ഷെ ഓരോ പോലീസുകാരനെ ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നത്. ഈ ഒരു നടപടിയിൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അവസ്ഥയിൽ സർക്കാരിന് ഇടപെടാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ വകുപ്പിന് ഇടപെടാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് ഏറ്റവും പരിതാപകരമായിട്ടുള്ള കാര്യമാണ്. 180-ലധികം പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ മരണപ്പെട്ടു അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ അത് വകുപ്പിനെ ഏറ്റവും കൂടുതൽ നാണം കെടുത്തുന്ന അവസ്ഥയാണ്. മുഖ്യമന്ത്രി പലതവണ ഇതുമായി ബന്ധപ്പെട്ട നിയമസഭയിൽ ഉൾപ്പെടെ ഉറപ്പുകൾ നൽകിയിട്ടും ഇവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നടപടികളൊന്നും സ്വീകരിക്കാൻ കഴിയില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, മാസങ്ങൾക്ക് മുമ്പാണ് പത്തനംതിട്ടയിലെ ഒരു പോലീസുകാരൻ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് അത് വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ ആയിരുന്നു. ആ സമയത്താണ് DGP ഒരു ഉത്തരവിറക്കുന്നത്. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെയും പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കൽ ഇത്തരത്തിൽ യോഗ പ്രാക്ടീസ് ചെയ്യാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള കൗൺസിലിങ്ങും മറ്റും നടപ്പിലാക്കണമെന്ന് അറിയിച്ചുകൊണ്ട് DGP ഒരു ഉത്തരവിറക്കിയിരുന്നു. പക്ഷേ ആ ഉത്തരവ് എത്ര കണ്ടേനെ പാലിക്കപ്പെടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഉത്തരവുകളെല്ലാം ഇത്തരത്തിൽ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും അട്ടിയിട്ടിരിക്കുന്നു എന്നല്ലാതെ നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. എന്നാൽ 5000 മുതൽ 6000 വരെ പോലീസ് താഴേക്കിടയിൽ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് സേനയിലുള്ളത്. അവർക്ക് ഡ്യൂട്ടി ടൈം ഷെഡ്യൂൾ ചെയ്യാൻ തന്നെ അവർക്ക് അവസരം അല്ലെങ്കിൽ അത്തരത്തിൽ ശരിയായ രീതിയിൽ ഡ്യൂട്ടി ടൈം പോലും ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നില്ല. 9 മുതൽ 14-15 മണിക്കൂർ വരെയാണ് ഇവർ ജോലി ചെയ്യേണ്ടി വരുന്നത്. ലീവില്ല, വീട്ടുകാരോടൊപ്പം ചിലവഴിക്കാൻ സമയമില്ല, ജോലിയുടെ സമ്മർദ്ദം, മേലുദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് വരുന്ന സമ്മർദ്ദം, ക്യാമ്പിലെ ഉദ്യോഗസ്ഥരാണെങ്കിൽ ക്യാമ്പിൽ അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങൾ, ഇത് പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അല്ലെങ്കിൽ പുറത്ത് ഇത്തരത്തിൽ ആഴ്ചയിൽ ഒരിക്കൽ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും ഒക്കെ മേലുദ്യോഗസ്ഥർ വരുന്നുണ്ട്. പക്ഷേ തങ്ങളുടെ കൂടെയുള്ള മേലുദ്യോഗസ്ഥരെ പറ്റി പരാതി പറയുകയാണെങ്കിൽ അവർക്കെതിരെ വീണ്ടും അടുത്ത ഘട്ടം മുതൽ പ്രതികാര നടപടികൾ സ്വീകരിക്കുക, ഇവർക്ക് അനുകൂലമായി സംസാരിക്കുന്നവരെ മാനസികമായിട്ട് ഉപദ്രവിക്കുക, ഇതൊക്കെ തന്നെയാണ് സേനയിൽ നടന്നു വരുന്നത്. ഇതൊക്കെ കണ്ടെത്താനും ഇതിലൊരു പഠനം നടത്തി എന്തുകൊണ്ടാണ് ഈ പോലീസ് സേനയിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്നതെന്ന് കണ്ടെത്തി ഒരു പഠനം നടത്തി പരിഹാരം കണ്ടെത്താൻ ഇതുവരെ വകുപ്പിനോ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ മറ്റ് അധികാരികൾക്കോ സാധിക്കുന്നില്ല എന്ന് വേണം പറയേണ്ടത്. കാലങ്ങളായി ഇത്തരത്തിലുള്ള പഠനങ്ങൾ നടത്തണമെന്നും പഠനം നടത്തിയില്ലെങ്കിൽ അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസത്തെ ലീവെങ്കിലും നൽകിയാൽ മതി, അതിലുള്ള നടപടിയെങ്കിലും സ്വീകരിക്കണമെന്ന് പല ഘട്ടങ്ങളിൽ പോലും ആവശ്യപ്പെട്ടിട്ടും ഇത് നടപ്പിലാക്കുന്ന ഒരു കാര്യമല്ല. നമുക്കറിയാം, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയ കാര്യമെന്ന് പറയുന്നത് സേനയിലെ എണ്ണം പരിമിതപ്പെടുത്തിയതാണ്. ആ സമയത്താണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യേണ്ടി വന്നത്. അതിനുശേഷം വരുന്ന സമരങ്ങൾ, അതിനുശേഷം വരുന്ന പ്രശ്നങ്ങൾ, ഡ്യൂട്ടി ടൈം, അതോടൊപ്പം തന്നെ ഈ തിരുവനന്തപുരം, കൊല്ലം ജില്ല അല്ലെങ്കിൽ പത്തനംതിട്ട അങ്ങനെ അടുത്തടുത്ത് കിടക്കുന്ന ജില്ലകളിലുള്ളവർ രാവിലെയാണ് അവർക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്നൊരു ഡ്യൂട്ടി ടൈം വരുന്നത്. അപ്പോൾ ചിലപ്പോൾ പത്തനംതിട്ടയിൽ നിന്നോ അല്ലെങ്കിൽ കോട്ടയത്ത് നിന്നോ ഒക്കെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ പോലീസുകാർ അന്ന് രാവിലെ ധൃതി പിടിച്ച് തിരുവനന്തപുരത്ത് വരേണ്ടി വരും. അതുപോലെ ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ മുന്നറിയിപ്പുകളില്ലാതെ പെട്ടെന്ന് തന്നെ പോകേണ്ടി വരുന്നു, പിന്നീട് അവിടെ തന്നെ തുടരേണ്ട അവസ്ഥ. അപ്പോൾ മാനസികമായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യകളിലേക്ക് നയിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, ഏറ്റവും അവസാനത്തെ ഇര എന്ന് പറയുന്നത് വിനീതാണ്. വിനീത് ഒരു നിമിഷം കൊണ്ടാണ് എല്ലാം അവസാനിപ്പിച്ചത്. സ്വന്തം അല്ലെങ്കിൽ സർവീസ് റിവോൾവർ അല്ലെങ്കിൽ സർവീസ് റൈഫിൾ
റൈഫിലിൽ നിന്നും വെടിയുതിർത്ത് മരിക്കുക എന്ന് പറയുമ്പോൾ ആ ഘട്ടം എങ്ങനെ ആ മനുഷ്യന്റെ ചിന്താഗതി കൂടെ കടന്നു പോയിട്ടെന്ന് മനസ്സിലാക്കണം. അദ്ദേഹം എഴുതിയ കത്തും അതോടൊപ്പം തന്നെ അദ്ദേഹം പങ്കുവച്ച വാട്സപ്പ് മെസ്സേജുകളെല്ലാം അതിവൈകാരികമായിരുന്നു. അപ്പോൾ പോലീസ് സേനയിലെ ഇത്തരം ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സേനയിലെ അംഗങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ ആഭ്യന്തര വകുപ്പ് ഇതുവരെ മുതിർന്നിട്ടില്ല. എന്താണ് ഈ സേനയിൽ നടക്കുന്നതെന്ന് പോലും ഉന്നതത്തിലിരിക്കുന്ന അധികൃതർക്ക് അറിയില്ല. പോലീസ് സേനയ്ക്ക് വേണ്ട സഹായങ്ങൾ നൽകാൻ ധനവകുപ്പിന് കഴിയുന്നില്ല. പല സഹായങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് DGP ഉൾപ്പെടെയുള്ളവർ പലതവണ ധനവകുപ്പിലേക്ക് ഫയലുകൾ കൈമാറുന്നുവെങ്കിലും സാമ്പത്തിക പരാധീനതകളും പ്രതിസന്ധികളും ചൂണ്ടിക്കാട്ടി ആ ഫയലുകൾ മടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സകല അല്ലെങ്കിൽ ഏത് പോലീസ് സേനയിലെ ഏത് മേഖല ഏത് വിഭാഗവും എടുക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വീണ. ഓക്കെ, ശരി ടിൻഡു.